ചില ആള് ചോദിക്കും, സ്വന്തം പെങ്ങളല്ലേ ഉപ്പാന്റെ ജേട്ടന്റെ മോള് എന്ന് പറഞ്ഞാല് സ്വന്തം പെങ്ങളല്ലേ? സ്വന്തം പെങ്ങള് എഴുതി വെച്ചോ, നോക്കാനും തൊടാനൊന്നും പറ്റൂല. അതിന് കുഴപ്പമൊന്നുമില്ല. സ്വന്തം പെങ്ങളാണെന്ന് എല്ലാരോടും പറഞ്ഞോ, അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെയില്ല. ഇവിടെ കേരളത്തിലൊരു സംഘടന, എന്റെ പേര് അമ്മാന്നാ. എങ്ങനെ സംഘടനന്റെ പേരെന്നെ അമ്മാന്നാ അല്ലേ? അങ്ങനെ ഒരു സംഘടനയില്ലേ കേരളത്തിൽ? ഇല്ലേ? പ്രസിഡന്റിന് അറിയാം. അങ്ങനെ ഇല്ലേ? ഉണ്ട്. അമ്മാന്നാ സംഘടനന്റെ പേര്. അതുകൊണ്ട് ആ സംഘടനയുള്ള എല്ലാരും അമ്മേന്റെ മക്കളാ. എല്ലാരും പരസ്പരം തൊടുക നോക്കിയതാ, കുഴപ്പം തീരാനില്ലായിരുന്നു. പത്രം വായിച്ചില്ലെങ്കില്. അങ്ങനെ അമ്മേന്റെ മക്കളാണെന്ന് വിചാരിച്ച് തൊട്ടാ കുഴപ്പം തീരുവോ? ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നു എന്നാ പത്രം പറയുന്ന. അല്ലാഹു അലം, ഞാൻ കണ്ടിട്ടില്ല. അല്ലെ? പത്രം പറയുന്ന എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറഞ്ഞതായി പത്രം പറയുന്നു. അമ്മാന്ന് പേരിട്ടത് കൊണ്ട് അതിന്റെ കീഴിൽ ഇരിക്കുന്നവർ, അതിന്റെ സംഘടനയിലുള്ള എല്ലാവരും ആങ്ങളെ മങ്ങളും ആവോ? സ്വന്തം അമ്മേന്റെ മക്കളല്ലേ മൊയ്ലിയാരെ? അങ്ങനെ ആവോ? അമ്മ എന്ന് പറയുമ്പോ അമ്മേന്റെ മക്കളാവോ? അല്ലെങ്കിൽ സ്വന്തം പെങ്ങളല്ലേന്ന് ഒരു സ്വന്തത്തിന് കുറച്ച് കടുപ്പം കൂടിയ പെങ്ങളാവോ? പെങ്ങള് എന്ന് പറഞ്ഞാൽ, സ്വന്തം പെങ്ങള് എന്ന് പറയാൻ ഏറ്റവും അവകാശപ്പെട്ടത് ഉമ്മന്റെയും ബാപ്പന്റെയും രക്തത്തിൽ പിറന്ന നേരുള്ള സഹോദരന്മാരാണ്. അത് ഉപ്പാന്റെ ഏട്ടന്റെ മോളാണോ? എന്നാ പിന്നെ ഞാന് ബാപ്പന്റെ ജ്യേഷ്ഠന്റെ മകൾക്ക് നമ്മൾ തീരുമാനം എടുക്കുക. ബാപ്പന്റെ ജ്യേഷ്ഠന്റെ മകള് സ്വന്തം പെങ്ങളല്ലേ? അതുപോലെ സ്വന്തം ഉമ്മാന്റെ ആങ്ങളുടെ മോള് സ്വന്തം പെങ്ങളല്ലേ? ഓൾക്കും കൂടി സ്വത്ത് വീതിക്കുമ്പോ അവർക്കും കൂടി അങ്ങ് തീരുമാനിക്കുക. എത്ര ആളുണ്ടാവും അനുവദിക്കാന്? അപ്പൊ പിന്നെ മൊയ്ലിയാരെ അത് സ്വന്തം പെങ്ങളല്ല. സ്വത്ത് വീതിക്കാൻ പറയാ, അവർക്കും കൂടി കൊടുക്കണം സ്വത്ത്. സ്വന്തം പെങ്ങളല്ലേ? സ്വന്തം പെങ്ങളായതുകൊണ്ട് സ്വന്തം പെങ്ങൾക്ക് ഏട്ടന്റെ ബാപ്പന്റെ ചേട്ടന്റെ മകളാകുമ്പോ സ്വത്ത് കൊടുക്കണം. അതുപോലെ ഉമ്മാന്റെ അനുജത്തിന്റെ മകൾക്ക് സ്വത്ത് കൊടുക്കണം. എന്താണോ മകനിക്ക് കിട്ടുന്നത് അതേ സ്വത്ത് ആർക്കും കിട്ടണം. ഉമ്മാന്റെ അനുജത്തിന്റെ മോക്ക് കിട്ടണം. സ്വന്തം അമ്മാവന്റെ മകൾക്ക് സ്വത്ത് കൊടുക്കുക. എന്താ പറ്റുവോ? അത് പറ്റൂല. അത് ഞങ്ങള് സ്വന്തം ഉമ്മാന്റെയും ബാപ്പാന്റെ, ഒരേ ബാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാ. അവിടെ ബാപ്പയും ഉമ്മയും വ്യത്യാസമുണ്ട്. അപ്പൊ സ്വത്ത് കൊടുക്കുമ്പോ മാത്രം സ്വന്തം പെങ്ങളല്ലേ? സ്വത്തിന്റെ കഥ പറയുമ്പോഴേക്ക് ശരിക്കും മനസ്സിലായി സ്വന്തം പെങ്ങൾ ആരാണ്, സ്വന്തമല്ലാത്ത പെങ്ങൾ ആരാണ്, ഉമ്മാന്റെ ഏട്ടത്തിന്റെ മകൾ ആരാണ്, ഉപ്പാന്റെ അഞ്ചന്റെ മോൾ ആരാണ്. സ്വത്ത് പറയുമ്പോ തിരിയും. മസാല പറയുമ്പോ മാത്രം ചില ആളുകൾക്ക് ഭയങ്കര സ്വന്തം പെങ്ങള്. അപ്പൊ സ്നേഹം കണ്ടാ തോന്നും, പഠിച്ചോനെ എന്നാ പിന്നെ എനിക്ക് അങ്ങ് കൊടുത്താലോ എന്ന് തോന്നിപ്പോ. ഭയങ്കര സ്നേഹമായിരിക്കും. ആ സ്നേഹം പറയുന്ന മുസ്ലിമിനോട് പറയണം, ശരിയാണ്, നീ പറയും പോലെ സ്വന്തം പെങ്ങളാക്കാം. നിന്റെ സ്വത്തിന്റെ വീതം അവനിക്കും കൂടി അങ്ങ് കൊടുത്താലോ, അവക്കും കൂടി അങ്ങ് കൊടുത്താലോ എന്ന് ചോദിച്ചാ പിന്നെ സ്വന്തം പറയാനുണ്ടാവൂല. പിന്നെ പെങ്ങളിനെ പറയാനുണ്ടാവൂ, സ്വന്തം പിന്നെ കാണാനുണ്ടാവൂല. എന്തുകൊണ്ട്? സ്വത്തിനെയാ സ്നേഹിച്ചത്, ദീനിനെ സ്നേഹിച്ചിട്ടില്ല. ദുന്യാവിനെ സ്നേഹിക്കുമ്പോൾ അതിന് നല്ല ചൂടാണ്. ആഖിറത്തിനെ വേണ്ടതുപോലെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയുമ്പോ തോന്നിയാണ് സ്വന്തം പെങ്ങളല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള ന്യായം തോന്നിയാണ്.